കൊടിയേറി മക്കളെ അങ്ങോട്ട് നോക്കണം. ഹായ് ഗൈസ്, അപ്പോൾ ഇന്നാണ് നമ്മുടെ ചാലിശ്ശേരി പൂരം. അപ്പോൾ എല്ലാവരും രാവിലെ നീറ്റ് ചായ ഒക്കെ കുടിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ആകുമ്പോഴാണ് നമ്മൾ ഇവിടുന്ന് പോവുള്ളൂ. കാരണം അപ്പോഴൊക്കെയാണ് കേട്ടോ പൂരങ്ങൾ വന്ന് തുടങ്ങുക. നമ്മുടെ എപ്പോഴും വരുന്നതാണ് കേട്ടോ അമ്മൂമ്മ വള്ളയായിട്ട്. നമ്മൾ എല്ലാ വർഷവും വാങ്ങിക്കൂട്ടാ അല്ലേ അമ്മൂമ്മ? അപ്പൊ ഞങ്ങളെല്ലാരും വളമിട്ട് കൂട്ടാ. ഞാൻ നീല, പച്ച, കറുപ്പ്, ചോപ്പ് ഇട്ടാ. എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? കൊല്ലം വരില്ലേ? വരും അമ്മൂമ്മ. പിന്നെ മരിച്ച അങ്ങനെ പോകുന്നില്ല. പിന്നെ അമ്മൂമ്മ അടുത്ത പ്രാവശ്യം വായോ? ഓക്കെ, ടാറ്റ. പോയിട്ട് വാ. നമ്മുടെ ബിരിയാണി, മട്ടൻ ബിരിയാണിയാണ് നമ്മുടെ ഉച്ചക്ക് സ്പെഷ്യൽ കേട്ടാ. പീസൊക്കെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണ്, ഞാൻ കാണിച്ചു തരാം. അമ്മ ഡ്രസ്സൊക്കെ മാറിയിരിക്കുകയാണ്. വെല്ലുമീത കുട്ടീനെ നടക്കണു. അമ്മച്ചി കഴിക്കാൻ വേണ്ടി റെഡി ആവണം. കഴിച്ചിട്ട് പറയാം. കഴിച്ചിട്ട് അഭിപ്രായം പറയും. പൂരത്തിന് വന്നിട്ടും ജോലി ചെയ്യണ എന്താ ആത്മാർത്ഥത. കഴിച്ചിട്ടുള്ള അഭിപ്രായം പറയാൻ വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നിരിക്കുന്നു, പറയും. കഴിച്ചിട്ടില്ല, അതാണ് നമ്മൾ തന്നെ സെലക്ട് ചെയ്തത്. പക്ക അല്ലേ? അപ്പൊ ഞാൻ ഇരിക്കാൻ പോവാണ് ഇനി. ടാറ്റ. നമ്മള് കടയിൽ നിന്ന് കാണാം. ഓക്കെ, മിലങ്കുട്ടോയ് ബൈ ബൈ. കടയിൽ നിന്ന് കാണാം. നമ്മളപ്പോ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പൂരം കാണാൻ വേണ്ടിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് പോവാണ്. ഇതാ, അയ്യോ എത്ര ആൾക്കാരിന്റെ ഉള്ളിൽ കൊണ്ടുവന്നറിയോ. അപ്പൊ നമ്മുടെ ഷോപ്പിലെത്തി. ഇനി കുറച്ചേരം ഇവിടെ വിശ്രമം. എന്നിട്ട് നമ്മൾ പൂരം കൂടെയാണ് പോവാട്ടാ. പൂരം കൂടെ പോകുമ്പോ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഓൾറെഡി ഒരു പൂരം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ഡ്രൈവേഴ്സ് യൂണിയന്റെ വക. ഇനിയിപ്പോ ഇവിടുന്ന് വരുമ്പോ നമുക്ക് കാണേ. നല്ല വെയിലാ. ഫോട്ടോ എടുക്കണോ? കുട്ടിക്ക് മറ്റേ ലോകം തുറന്ന പോലെയാണ്. ഫുള്ള് കളിപ്പാട്ടല്ലേ. ആൾക്കാരൊന്നും വന്നിട്ടില്ല. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളവിടെ അകത്ത് ഉനോ കളിക്കാൻ വേണ്ടിയിട്ട് ഉനോ കളിച്ച് തുടങ്ങി. ഒരു വട്ടം കളിച്ചു, ഞാൻ തോറ്റു. വീണ്ടും അവിടെ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞാലും ആരാ ജയിച്ചു? ഞാനല്ലേ? നീ അല്ലട തോറ്റെ. 3 വഴികളിലായിട്ടാണ് പൂരം വരിക. ഒന്ന് ഇവിടുത്തെ വഴി, ഒന്ന് നമ്മുടെ ഈ വഴി, പിന്നെ ഒന്ന് ബാക്കിന്താ ആ വഴി. ഈ വഴി കൂടെ പോയിട്ടാണ് അമ്പലം. അപ്പൊ നമുക്ക് ഇവിടെ നിന്നെന്താ വെച്ചാൽ നമുക്ക് ഈ വഴിയത്തെയും പൂരം കാണാൻ പറ്റേ.
മോശം വരാതെയും ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്. ഇനി വരാനുള്ളത് മറ്റേ കരിങ്കാളി അങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ ഇനി വന്നുകൊണ്ടിരിക്കുന്നത്. ആനപ്പൂരം ഒന്ന് ഒതുങ്ങിയപ്പോൾ തന്നെ ആൾക്കാരൊക്കെ ഒന്ന് കുറഞ്ഞിക്കണേ. ഞങ്ങളിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിക്കണേ. വേണ്ടാട്ടയ്ക്ക് സംഭാരം മതി, സംഭാരം. ആ വേണം വേണം വേണം. അത് തണുത്താണല്ലോ പൊളി. അഞ്ജല ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നീ കണ്ടാ വീഡിയോ? കണ്ടാ എങ്ങനെയുണ്ടായിരുന്നു അഞ്ജല ഡാൻസ്? ഇനി വേറെ കളിക്കരുന്ന തിരക്കൊക്കെ വീണ്ടും ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞു, അല്ലാണ്ട് കൊട്ടി കയറ്റി എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്. ഈ വഴിയത്തെ എല്ലാം ഞാൻ മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്. ആ വഴിയത്തെ എനിക്ക് കിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. ആന നിരക്കണ വീഡിയോ ഞാൻ ഇട്ടുട്ടാ. അങ്ങനെ നമ്മുടെ ചാലിശ്ശേരി പൂരം കഴിഞ്ഞു. ഇത്ര നേരം ആ ചാലിശ്ശേരി പൂരം വരുന്നു എന്നായിരുന്നു. ഇപ്പം അത് കഴിഞ്ഞു. പക്ഷെ പേടിക്കണ്ട, നമ്മളെ പിന്നെ അടുത്ത വർഷത്തേക്ക് അഡ്വാൻസ് ഒക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും ഇപ്പം തന്നെ നമ്മുടെ നാട്ടുകാർ. അപ്പോൾ എന്താണ്, ഇനി നമ്മൾ വീട്ടിൽ പോവുകയാണ് തിരിച്ചിട്ട്. എല്ലാവരും ക്ഷീണിച്ചു കേട്ടോ. ഇനി വീട്ടിൽ പോവും.
ചാലിശ്ശേരി പൂരത്തിന്റെ മെയിൻ പ്രത്യേകത തന്നെ നമ്മൾ ജാതി മതം ഒന്നും നോക്കില്ല, എല്ലാവരും വരും. 3 ജില്ലത്തെ ആൾക്കാരും വരും. എനിക്ക് തോന്നുന്നു പുറത്തുള്ള ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വരുന്നതാണ്. കാണാൻ വന്നവർക്കൊന്നും നഷ്ടമാവില്ല ഈ പൂരട്ട, എല്ലാം കാണാൻ പറ്റും. എല്ലാം അത്ര നല്ല പൂരാണിത്. പൂരം എങ്ങനെ ഉണ്ടായിരുന്നു? വന്നില്ലെങ്കിൽ മിസ്സാവില്ലേ? പൂരം സൂപ്പർ പൂരല്ലേ? സൂപ്പർ പൂരം അത്രേ ഉള്ളൂ. അതാണ് ചാലിശ്ശേരി പൂരം. അതെന്ന് കണ്ടതാണ്. അതെ